എടി, നീ അറിഞ്ഞില്ലേ? നിന്നെ സുഖപ്പെടുത്താൻ ഒരു ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ അബ്ദുൾ ഖാദർ. അമേരിക്കയിലൊക്കെ പോയി പഠിച്ച ആളാണെന്ന്. ഇപ്പോഴത്തെ നിന്റെ ഈ വെജിറ്റബിൾ സ്റ്റേറ്റ് ഉണ്ടല്ലോ, വെറും പച്ചക്കറി ആയിട്ടുള്ള കിടപ്പ്, അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണത്രേ. അതിനെപ്പറ്റി ലോകത്തുള്ള സകല പ്രബന്ധങ്ങളും പഠിച്ചു പാസ്സായി പുതിയതായ ഒരെണ്ണം മെഡിക്കൽ സയൻസിന് സംഭാവന ചെയ്ത ആളാ. അതിപ്പോ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് ഗവേഷണ പ്രബന്ധമാണത്രേ. ഹിസ് ഹൈനസ് അബ്ദുൾ ഖാദർ. ജർമ്മനിയിലുള്ള ഒരു മെഡിക്കൽ കോൺഫറൻസിൽ പങ്കെടുത്തോണ്ടിരിക്കുക ശ്രീമാൻ അബ്ദുൾ ഖാദർ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇവിടെ ക്രാഷ് ലാൻഡ് ചെയ്യും. എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്താൽ ഉടനെ നിന്നെ സുഖപ്പെടുത്താൻ വേണ്ടി സത്യഭാമ അയച്ചു കൊടുക്കുന്ന കാറിൽ നേരെ ഇങ്ങോട്ട്. സംഗതി നടക്കുന്നാ എനിക്ക് തോന്നുന്നത്. ഭാമാൻറ്റി പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ പേര് കേട്ടിട്ടുണ്ട്. പിന്നെ നെറ്റിൽ അത്യാവശ്യം ഒരു അന്വേഷണം നടത്തിയപ്പോ ആളൊരു പുലിയാണെന്ന് മനസ്സിലായി. അറ്റൻഡ് ചെയ്ത കോമ കേസുകളിൽ 99% ഈ പുലി സുഖപ്പെടുത്തിയിട്ടുണ്ടത്രേ. ആളുടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാൻ തന്നെ പ്രയാസമാണത്രേ. പിന്നെന്താ ചെയ്യാ, ആള് വന്ന് നിന്നെ സുഖപ്പെടുത്തിയിട്ടങ്ങ് പോട്ടെ, അല്ലേ? പിന്നെ ഞാൻ ഇത്രയും നാള് വെള്ളം കോരിയതോടി. അതെന്തിനാ? ഒന്നും കാണാൻ പറ്റില്ല, ഒരു ചെറു വിരല് പോലും അനക്കാൻ പറ്റില്ല. പക്ഷേ ചുറ്റുമുള്ളതെല്ലാം നിനക്ക് കേൾക്കാം. ഞാനിപ്പോ പറയുന്നതടക്കം നിന്റെ തലച്ചോറിലേക്ക് എത്തുകയും നിന്റെ ബോധമണ്ഡലത്തിൽ വിരിയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു സ്വകാര്യം പറയാൻ പോവാ. ശ്രദ്ധിച്ചു കേട്ടോണം. നിന്നെ ഞാൻ കൊല്ലാൻ പോവാ. നിന്റെ ആത്മാവടക്കം ഇപ്പൊ ഞെട്ടിയിട്ടുണ്ടാവുമെന്നും എനിക്കറിയാം. എന്നെ കൊല്ലല്ലേ, എനിക്കെന്റെ കുഞ്ഞിനെ കണ്ട് മതിയായിട്ടില്ല, എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കണേന്നൊക്കെ നിന്റെ ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളും എന്നോടിപ്പൊ തൊഴുത് യാചിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. പക്ഷേ നിവൃത്തിയില്ലാതെ പോയല്ലോ മോളെ. ഈ കിടപ്പിന്ന് നീ എഴുന്നേറ്റാലേ നിന്റെ നാവനങ്ങും. രോഹിത്തിന് എന്താ സംഭവിച്ചെന്ന് നീ പറയും. പിന്നെ കേസ്, വിചാരണ, സെൻട്രൽ ജയില്, തൂക്കുമരം, ഇതിന്റെ ഒന്നും പിന്നാലെ പോവാൻ എനിക്ക് വയ്യ മോളെ. അതുകൊണ്ട് നീ അങ്ങ് പോ പ്രീതി, ചത്ത് തൊല. ചാവ്. ഇത് ചത്തോന്നെങ്ങനെ അറിയും? സുസ്മിതേ, നീ ഇവിടെ എന്ത് ചെയ്യാ? ഞാൻ ഈ തലോണയൊക്കെ തട്ടിക്കുടഞ്ഞ് ബെഡൊക്കെ ഒന്ന് ശരിയാക്കി വിരിക്കായിരുന്നു. ബെഡ് വിരിച്ചിടുന്നോ? കുറച്ചു മുമ്പല്ലേ ഞാൻ ബെഡ് ശരിയാക്കിയിട്ട് പോയത്. അത് നീയും കണ്ടതല്ലേ? അതുകൊണ്ടെന്താ, എനിക്ക് ഒന്നുകൂടി തട്ടിക്കുടഞ്ഞ് വിരിച്ചൂടെ? മാറ്. സുസ്മിതേ, നീ ഇവിടെ വേറെന്തോ ചെയ്യായിരുന്നു. എന്താന്നുള്ള സത്യം പറഞ്ഞു. ഞാനിവിടെ വേറെ എന്ത് ചെയ്തുന്നാ? ദേ, വെറുതെ എന്റെ നേരെ ചാടാൻ നിൽക്കരുത്. നീ ഇവിടെ എന്ത് ചെയ്യായിരുന്നു എന്നുള്ളത് പറയാതെ നിന്നെ വിടില്ല ഞാൻ. പറഞ്ഞില്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യോടി? പറഞ്ഞില്ലെങ്കിൽ എന്റെ കൈയുടെ ചൂട് നീ അറിയും. എന്നാ നീ കേട്ടോ, ഞാനേ ആ പില്ലോ പ്രീതിയുടെ മുഖത്തമർത്തി അവളെ കൊല്ലാൻ പോവായിരുന്നു.
എന്താ എന്താ ഇത്? കോമയ്ക്കെടുക്ക എന്റെ കുഞ്ഞ്. അതിനൊരു സമാധാനം കൊടുക്കില്ലേ നിങ്ങള്? എന്താ എന്താ ഇവിടെ? അത് ഞാനല്ല ഭാമാൻറ്റി. പ്രീതിക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് നോക്കാൻ വന്നതാ ഞാൻ. അപ്പൊ ഇവളെന്റെ പിന്നാലെ വന്ന് എന്റെ മേ ചാടിക്കേറി. ഞാൻ ഈ റൂമിൽ കയറാനും പ്രീതിയെ കാണാനും പാടില്ല അത്രേ. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോ നീ എന്നെ ചോദ്യം ചെയ്യുന്നോടിന്ന് ചോദിച്ച് എന്നെ അടിക്കാൻ വന്നു. എനിക്ക് പ്രീതിയെ കാണാനും പരിചരിക്കാനുള്ള അവകാശമില്ലെങ്കിൽ ഭാമാൻറ്റി അത് പറഞ്ഞേക്ക്. ഞാൻ ആ സന്തോഷം വേണ്ടാന്ന് വെച്ചേക്കാം. അങ്ങനെയൊന്നും അല്ല സത്യമേ. ഞാൻ ഈ റൂമിൽ കയറി വരുമ്പോ സുസ്മിത ആ പില്ല എടുത്ത് പ്രീതിക്കടുത്ത് നിന്ന് എന്തോ ചെയ്യായിരുന്നു. അതെന്താന്ന് ചോദിച്ചതാ ഞാൻ. സുസ്മിത പില്ല കൊണ്ട് പ്രീതി എന്ത് ചെയ്തെന്ന്? അതിന് മറുപടി അവള് തന്നെ പറയണം. ഓ, സുസ്മിത പ്രീതിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നാവും നീ പറയാൻ ശ്രമിക്കുന്നത്. എന്നാ കേട്ടോ, പ്രീതി ഇല്ലാതായതുകൊണ്ട് സുസ്മിതയ്ക്ക് ഒരു ലാഭവും ഇല്ല. എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ പ്രീതി ഈ അവസ്ഥയിലാവാൻ കാരണക്കാരായവർക്ക് തന്നെയാ. സത്യമേ. അർജുൻ, നിനക്കറിയില്ല ഇവളെ. സുസ്മിത ഈ മുറിയിൽ അവൾക്ക് ഇഷ്ടമുള്ളപ്പോ വരും പോകും. അത് ചോദ്യം ചെയ്യാൻ നീ ആളല്ല. എന്റെ പ്രീതിയുടെ ജീവൻ എടുക്കുമെന്ന് എനിക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊരാളേ ഉള്ളൂ, നിന്നെ. അമ്മേ, അനവധി പേരുടെ ജീവൻ ഹോമിച്ച് പണ്ട് ചക്രവർത്തിമാർ സാമ്രാജ്യങ്ങൾ വിസ്തൃതമാക്കിയെന്ന് കേട്ടിട്ടുണ്ട്. അതിനേക്കാൾ കേമിയ നിന്റെ ഈ ഭാര്യ. ഇവള് നടത്തുന്നത് ഒളിപ്പോരും വീഴുന്നത് നിന്റെ തന്നെ കുടുംബത്തിലെ ചോരയുമാണെന്ന് മാത്രം. അമ്മ എന്തൊക്കെ പറയുന്നേ? നിനക്കത് മനസ്സിലായിക്കോളും. തിരിച്ചറിയാൻ വൈകരുതെന്ന് മാത്രം. വാ സുസ്മിത. അർജുൻ, നീ ഇവിടെ തന്നെ ഉണ്ടാവണം. വാ. ശാലിനി, അമ്മ എന്തൊക്കെ പറയുന്നേ? എന്നെ പറ്റി സത്യമേ എന്ത് വേണേലും വിചാരിച്ചോട്ടെ, അതൊന്നും അല്ല പ്രധാനം. അർജുനേട്ടാ, പ്രീതി അവൾ എന്തോ ചെയ്യാൻ തുടങ്ങുമായിരുന്നു, അതെനിക്ക് ഉറപ്പാ. ആർക്ക് വിശ്വാസമില്ലെങ്കിലും ശാലിനി എനിക്ക് വിശ്വാസ. നന്ദിയുണ്ട് എന്റെ പ്രീതിയുടെ ജീവൻ ഒരു വട്ടം കൂടി രക്ഷിച്ചതിന്. അങ്ങനെ പ്രീതിയെ സുസ്മിത കൊല്ലാൻ ശ്രമിക്കണമെങ്കിൽ അവൾ ഉണരുന്നതിന്, സംസാരിച്ചു തുടങ്ങുന്നതിന് ഭയപ്പെടുന്നുണ്ട് സുസ്മിത. സുസ്മിതയുടെ പുറത്തു വരാൻ ആഗ്രഹിക്കാത്തൊരു രഹസ്യം, അത് പ്രീതിക്കറിയാവുന്നല്ല എന്റെ അർത്ഥം. അതെ വിഷ്ണുട്ടാ, അത് തന്നെ എന്റെയും സംശയം. അർജുൻ, എങ്കിൽ ഈ ഒരു രാത്രി അർജുൻ പ്രീതിക്ക് കാവലിരിക്കോ? ഡോക്ടർ എത്തുന്നവരെ ഞാൻ നോക്കിക്കോളാം വിഷ്ണു. കണ്ണിമച്ചിമാതെ ഞാൻ നോക്കിക്കോളാം. ഡോക്ടർ നേരിട്ട് വരട്ടെ. അപ്പൊ പിന്നെ പ്രീതിയുടെ നാവിൻ തുമ്പി തന്നെ നമുക്കറിയാം സുസ്മിത ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന സത്യം എന്താന്ന്.
ഇത്തവണ അവള് രക്ഷപ്പെട്ടു. പക്ഷേ ഇനി എൻ്റെ അടുത്ത ഊഴം അതിൽ തീരും ഇല്ല. ശ്ശോ, ഇതുവരെ കണ്ടില്ലല്ലോ. അമ്മേ, ഫ്ലൈറ്റ് 2 മണിക്കൂർ ലേറ്റ് ആണെന്ന് പിള്ളച്ചേട്ടൻ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. ഇവിടെ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞില്ലേ? ആമേ, ഡോക്ടർ ഈ വരും. നീ ചുമ്മാ ബഹളം ഉണ്ടാക്കല്ലേ. എവിടെ പിള്ളേ? എന്റെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞു. അടിപൊളി. അങ്ങനെ ദൈവമായിട്ട് അത് നടത്തി തന്നു. ലോക പ്രശസ്തനായ ഡോക്ടർക്കാണോ ഈ പലിശക്കാരിയുടെ പച്ചക്കറി പോലെ കിടക്കുന്ന മോളെ നോക്കാൻ സമയം? നന്നായി. കൂടെ വരുന്നില്ലെന്നോ? എന്നോട് വരാന്ന് സമ്മതിച്ചാണല്ലോ. ഇയാൾ ഡോക്ടറോട് എന്തെങ്കിലും ബോധത്തിലും പറഞ്ഞിട്ടുണ്ടാവും. ശുംഭൻ. ഡോക്ടർ സ്വന്തം കാറിൽ വരാന്നാ പറഞ്ഞത്. ദേ, ഇനി ആരും എന്നെ കുറ്റം പറയരുത്. ഡോക്ടർ വന്നിട്ടുണ്ട്. തന്നെ കുറ്റം പറയരുതെന്നോ? ഇവിടെ ഒരു കാര്യം നേരെ ചൊവ്വേ പറയാൻ പോലും അറിയത്തില്ല. ഇരട്ട ശുംഭൻ. അയാള് വന്നോ? അബ്ദുൾ ഖാദർ ഡോക്ടർ. ഒന്ന് ഡോർ കൊടുക്കണോ? ചെല്ലും. പിള്ളച്ചേട്ടാ ചെല്ല്. ആ, ഡോർ തുറന്നു. ഇതാണോ അബ്ദുൾ ഖാദർ ഡോക്ടർ? ഞാൻ വിചാരിച്ചത് തല നരച്ച് കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന ഏതെങ്കിലും കിഴവനായിരിക്കുന്ന.
വണക്കം ഡോക്ടർ. നമസ്കാരം സത്യാമ്മേ. സോറി, ഫ്ലൈറ്റ് അല്പം ലേറ്റായി. സാരമില്ല. ഡോക്ടറുടെ ഒരു അപ്പോയിന്റ്മെന്റിനായിട്ട് മാസങ്ങളോളം കാത്തിരിക്കുന്നവരുണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോ ഇത് നിസ്സാരം. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. സാറേ, അകത്തിരുന്ന് സംസാരിക്കാം. വരൂ. അല്ല, ഞാനെന്തിനാ പേടിക്കുന്നേ? കുഴപ്പാവോ? ലക്ഷണം കണ്ടിട്ട് ന്യൂറോളജി മാത്രമല്ല, സൈക്കോളജിയും മെന്റലിസം ഒക്കെ വശമുള്ള ആളാന്ന് തോന്നുന്നു. പ്രീതിയെ എഴുന്നേൽപ്പിച്ച് എല്ലാം ചെയ്തത് ഞാനാണെന്ന് പറയിപ്പിക്കോ? അത്യാവശ്യം കുറച്ച് ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ മന്ത്രവാദം, അതിലും വിശ്വാസമുണ്ട്. മറ്റുള്ളവർ ആ വാക്കിന് കൊടുക്കുന്ന അർത്ഥത്തിലല്ല എന്ന് മാത്രം. ഒരു വ്യക്തിക്കോ വസ്തുവിനോ മറ്റൊരാളുടെ മനസ്സിനെയും പ്രവൃത്തിയെയും പുറത്തു നിന്നും സ്വാധീനിക്കാൻ കഴിയുന്നതിനെയാണ് മന്ത്രവാദമെന്ന് മറ്റുള്ളവർ പേരിട്ട് വിളിക്കുന്നത്. ഈ ഹിപ്നോട്ടിസത്തിലും ടെലിപ്പതിയിലും ഒക്കെ അത് സാധിക്കാറുണ്ടല്ലോ. സത്യം പറഞ്ഞ ഡോക്ടർ പറയുന്ന ഒരക്ഷരം ഞങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ല. അല്ല, ഈ പറഞ്ഞ സംഗതികളെല്ലാം ഒന്നുതന്നെയാണെന്ന് മനസ്സിലായി. ഡോക്ടർ പറയുന്നത് ശരിയാച്ച. ഭൂതപ്രേത പിശാചുക്കളെല്ലാം നമ്മുടെ മനസ്സിന്റെ സൃഷ്ടികളാ. ഭീകര രൂപങ്ങൾ കാണുമ്പോ അതെന്തോ ഭയപ്പെടേണ്ട കാര്യമാണെന്ന് കണ്ണീന്നും കാതീന്നും തലച്ചോറിലേക്കും തലച്ചോറിൽ നിന്ന് ശരീരഭാഗങ്ങളിലേക്കും മെസ്സേജ് അയക്കുന്നത് നാഡീവ്യൂഹ. ആ പേടിയിൽ ചിലപ്പോ ഹൃദയാഘാതം വരെ ഉണ്ടാവാം. അതല്ലേ ഈ ഒടിവിദ്യയുടെ ഒക്കെ ശാസ്ത്രം. ഇപ്പൊ ഏതാണ്ടൊക്കെ മനസ്സിലായി. ഏതായി കുട്ടി? ഇതെന്റെ ഭാര്യ ശാലിനി, കളക്ടറാവാൻ പഠിച്ചോണ്ടിരിക്കുക. ഓ, പെട്ടെന്ന് തന്നെ കളക്ടറാവും. അല്ലേ? ഞാൻ പറഞ്ഞത് തന്നെയല്ലേ ഡോക്ടർ ഉദ്ദേശിച്ചത്? എക്സാക്ട്ലി. ഓ, അതിന്റെ ഇടയിലും അവൾ അങ്ങ് സ്റ്റാറായി. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഏത് ശാസ്ത്രശാഖയെന്നും പേഷ്യന്റിനെ സുഖപ്പെടുത്താൻ ഉതകുന്ന എന്തും ഞാനെടുക്കും. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും.